സ്വർലോകനാടിന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിൽ ആദ്യോടന്തം സംബന്ധിക്കുക, സഹകരിക്കുക. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും നിശ്ചയം. ഈ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്രകാരം ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ തക്കവണ്ണം പ്രേരണ കൊടുത്ത ആ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ ആ കുടുംബത്തെ പരമേൽപ്പിക്കുന്നു. കർത്താവെ, കേരളത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ധാരാളമായ പ്രതിഫലം കൊടുത്ത് ഞങ്ങളുടെ വേലയെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ചെലവിടുന്ന, അത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ചെലവായി പോകാൻ മനസ്സുള്ളവരായി ഇത്രയും അവരെ തീർത്തതിനായി നന്ദി. കർത്താവ് ആ വിധത്തിൽ അവരുടെ അക്കൗണ്ടിൽ കർത്താവെ ഈ കണക്കിൽ ചേർക്കപ്പെടുമെന്നുള്ള തിരുവെഴുത്ത് അവരെ ഓർപ്പിച്ച് അവരെ ഉണർത്തണമേ, ധൈര്യപ്പെടുത്തണമേ, സന്തോഷം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ നൽകണമേ. പ്രാർത്ഥന കേട്ടതോട് നന്ദി. വിശുദ്ധ ജനത്തെ ചേർക്കാനായി വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ചിന്തിച്ചത് പുതിയ വർഷത്തിൻ്റെ ആരംഭ മാസമായിരിക്കുന്ന ജനുവരിയിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഔദ്യോഗികമായി 4. ഔദ്യോഗികമെന്ന് പറയുന്നത് പിതാവായ ദൈവം യേശുവിനെ അയച്ചു എന്നുള്ളത്, യേശു ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളത്, ആ ദൗത്യം ഓരോന്നായി യേശു ചെയ്തും തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നെന്നുള്ളത്. ആദ്യത്തെ പ്രത്യക്ഷതയിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി, അഥവാ മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വന്തം രക്തം കൊണ്ട് യാഗം നടത്തി. ആ ഭാഗം പൂർത്തീകരിച്ച യേശു ഇനിയൊരു യാഗവും ഇല്ല, ആവശ്യമില്ല. ഇനിയൊരു യാഗം എന്ന് പറയുകയോ കഴിക്കുന്ന കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഈ യാഗത്തിൽ നിന്ന് ആ വ്യക്തി പുറത്തായി. രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാനായിട്ടെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ യാഗം അംഗീകരിച്ച് അനുസരിച്ച് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുന്നത്. മൂന്നാമത്തെ പ്രത്യക്ഷതയിലേക്ക് വരികയാണ്. അത് ചിന്താശക്തിയുള്ള മനുഷ്യർ ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ചിന്തയ്ക്ക് മറുപടി പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കാൻ വിചാരിക്കുകയാണ്. അതെന്താണ്? യേശു സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം സഭയെ ചേർക്കാൻ വരുന്നതിന് ഇടവേളയിൽ എത്രയായിരം വർഷം കഴിഞ്ഞു പോയി ബ്രദറെ എന്ന് ചോദ്യം വന്നാൽ ആ സമയം പറയണം. അപ്പോൾ ഇതുവരെ യേശു എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ക്രമത്തിൽ ഇതിനെ എടുക്കുന്നത്. ഓക്കെ, യേശു സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുവെന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കേൾക്കൂ. എന്താ ചെയ്യുന്നത് യേശു? ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ കൈപ്പണിയായതിലേക്കല്ല, മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും മാറി മാറി കൈപ്പണിയായതിലേക്ക്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ ദൈവസന്നിധിയിലേക്ക് അത്രേ പ്രവേശിച്ചത്. 9:15 വായിച്ചു നോക്കി. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി
ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഇത്തിരി കാര്യശേഷിയുടെ കൂടെ കേൾക്കണം, മനസ്സോടെ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം, താല്പര്യത്തോടെ കേൾക്കണം. ആർക്കാനും വേണ്ടി കേൾക്കരുത്, തനിക്ക് തന്നെ വേണ്ടി കേൾക്കണം. അതിനൊരു രണ്ട് വാക്കിൽ ആമുഖം പറയേണ്ട ആവശ്യമുണ്ട്. അത് 15 വർഷം, 20 വർഷം, 30 വർഷം പിറകോട്ടൊന്ന് കണ്ണോടിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വിളംബരങ്ങൾ, സന്ദേശങ്ങൾ സുലഭമായി, സുഖകരമായി, സുരക്ഷിതമായി നമ്മുടെ അടുത്ത് വന്ന് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴോ നമ്മുടെ കണ്ണിന് മുമ്പിൽ, കാലിൻ്റെ ചുവട്ടിൽ, മൂക്കിൻ്റെ താഴെ അത് എത്തപ്പെട്ടു. ഏതെങ്കിലും പാസ്റ്റർമാരുടെ മനസ്സുകൊണ്ടല്ല, ഏതെങ്കിലും സഭകളുടെ മനസ്സുകൊണ്ടല്ല, ഞാൻ തന്നെ ചെയ്യുന്നത് എൻ്റെ മനസ്സുകൊണ്ടുമല്ല. ഓർത്തോളൂ, ഇതിൻ്റെ പിറകിൽ ലോകത്തിലെ സകല മനുഷ്യരുടെയും കാതുകളിൽ എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിംഗ് ആണ്. അതിനുവേണ്ടി മാധ്യമമായി ചിലരെ ദൈവം ഉപയോഗിക്കുന്നു. പത്രം വായിക്കുന്നവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ വാർത്ത ആ പത്രക്കാരുടെ പ്രസ്സിൽ അച്ചടിച്ചു എന്നതൊഴികെ അവരുടെ അല്ല വാർത്ത. ദേശത്ത്, രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഒരു വിളംബരം അല്ലെങ്കിൽ ഒരറിയിപ്പാണത് വാർത്ത. ഇതുപോലെ ഞങ്ങളാരും ഞങ്ങളുടെ വാർത്തയായിട്ട് വരുന്നതല്ല, അഭിപ്രായമായിട്ട് വരുന്നതല്ല, ഞങ്ങളുടെ കുറേ അനുഭവങ്ങളുമായിട്ട് വരുന്നതുമല്ല. തമ്പുരാൻ്റെ, ദൈവം തമ്പുരാൻ്റെ നിർബന്ധത്താൽ, ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ, ദൈവനിയോഗത്താൽ ഈ കാര്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായി നിൽക്കുന്നതാണ്. ഇതിൻ്റെ പിറകിലെ ത്യാഗവും സഹനവും സഹിഷ്ണുതയും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു പോകുക, അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കും. അവിടെ പോകട്ടെ. എന്താ പറഞ്ഞു വന്നത്? യേശു ക്രിസ്തു ഇപ്പോൾ ചെയ്യുന്നത് എന്ത്? യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ഒന്നാമത് എൻ്റെ സഭയ്ക്ക് വേണ്ടി, രണ്ടാമത് പാപത്തിൻ്റെ കരാളഹസ്തത്താൽ പിടിക്കപ്പെട്ട് വല്ലാത്ത കൊടുംചതിയിൽ, സാത്താന്യ കുഴിയിൽ വീട് കിടക്കുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥമണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് 9:15 വായിച്ചത്. ആദ്യത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടു കാണും, പക്ഷെ നമുക്ക് മറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണാതെ ഒന്നും കൂടി വായിച്ചേക്കാം. 15-ാം വാക്യം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. 24-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. ഒന്നാമത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ പ്രത്യക്ഷനായി. രണ്ടാമത് നമുക്ക് വേണ്ടി നമ്മളെ ചേർക്കാനായി മധ്യാകാശത്തിൽ വന്ന് സഭയെ എടുത്തു. ഇതിന് രണ്ടിൻ്റെ ഇടവേളയിൽ രാവും പകലും ഒരുപോലെ പിതൃവലഭാഗത്ത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. മനുഷ്യനിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ദൈവമിട്ട പാലമാണ് യേശു ക്രിസ്തു. അവനെ അംഗീകരിച്ച് അനുസരിച്ച് വരുന്ന ജനത്തിന് പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കാൻ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥമണയുകയാണ്. ഒരൊറ്റ ഒന്നുപോലും നഷ്ടപ്പെടാൻ യേശു സമ്മതിക്കത്തില്ല. ദൈവം യേശുവിനെ ഏൽപ്പിച്ച ജനത്തിൽ, മക്കളിൽ ഒന്നും നഷ്ടപ്പെടാൻ യേശു സമ്മതിക്കത്തില്ല. യേശു ഇപ്പം എന്തു ചെയ്യുന്നു?
പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം അണയ്ക്കുന്നു. ആർക്ക് വേണ്ടി? ഒന്നാമത് സഭയ്ക്ക് വേണ്ടി, രണ്ടാമത് ലോകത്തിന് വേണ്ടി. ദൈവത്തിന് മഹാകോപം വെളിപ്പെടാതെ അതുകൊണ്ടത് തടയപ്പെടുന്നു. യേശുവിന് മധ്യസ്ഥ കൊണ്ട് തടയപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയിലിരുന്ന് സഭയുടെ കാവൽക്കാരനെന്ന പോലെ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ തടയപ്പെടുന്നു. ദൈവസഭ നിരന്തരമായി ദൈവത്തോട് ഈ ലോക ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവകോപം തടയപ്പെടുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരു തെളിവോടെ വെച്ചാൽ അത് എനിക്ക് തൃപ്തിയാകുമല്ലോ. അതുകൊണ്ട് മാത്രം ഇടയ്ക്ക് കയറി വരുന്നത് കൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:36 ആ തടയപ്പെടുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്നുള്ളത് ഒന്ന്. അത് മരണശേഷമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ അവൻ കിടക്കുന്നു. അവൻ കുറ്റക്കാരനാണെന്ന വിധി അവൻ്റെ മേൽ കിടക്കുന്നു. കോടതി പറഞ്ഞു ഈ പ്രതി കുറ്റക്കാരനായി തെളിഞ്ഞിരിക്കുന്നു, ശിക്ഷ പിന്നൊരു ദിവസം വിധിക്കും, ഡേറ്റ് കോടതി പറയും എന്നതുപോലെ യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തവനെ വിധിക്കുന്ന വിധി ദിവസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് കർത്താവിൻ്റെ നാൾ വരുന്നു, ദൈവ ദിവസം വരും. ഈ ദിവസങ്ങൾ മനുഷ്യൻ നന്നായി കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. പോകട്ടെ, പറഞ്ഞത് ഓർക്കേണ്ടതിന് യേശു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിരന്തരം എല്ലാ സമയവും മധ്യസ്ഥം ചെയ്യുവാൻ അവിടെ പ്രത്യക്ഷനായി. 1, 2, 3 പ്രത്യക്ഷതയായിപ്പോൾ. പാപപരിഹാരത്തിന് വേണ്ടി പ്രത്യക്ഷത, സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള പ്രത്യക്ഷത, സഭയ്ക്ക് വേണ്ടി സഭ ചേർക്കപ്പെടുന്നത് വരെ പിതാവിന് സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യാനുള്ള പ്രത്യക്ഷത. ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ഇത്ര കരുതലോടെ, സൂക്ഷ്മതയോടെ, അല്ലെങ്കിൽ ദയയോടെ, കരുണയോടെ ചെയ്യുന്ന ഈ നല്ല കർത്താവിനെ ബോധിച്ചതുപോലെ കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ മക്കളിൽ ഒരാളൊരിക്കൽ പറഞ്ഞതുപോലെ, എനിക്ക് എപ്പോഴും ഞാൻ ടി വിയിൽ പറഞ്ഞ സംശയമുണ്ട്. വാർഷിക പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഇത് റിവാലുവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. കാര്യം എന്താ ചോദിച്ചു വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി, ജയിച്ചു പക്ഷെ മാർക്ക് ഇത് പോരാ. ആ വികാരത്തിൽ, ആ സമയത്തെ മനസ്സിൻ്റെ ഭാരത്തിൽ ഇത് പറഞ്ഞെങ്കിലും ശാന്തമായി ചിന്തിക്കുന്ന ഞാൻ അതിന് മുതിർന്നില്ല. കാരണം ഈ കൊച്ചു പറയുന്നത് പോലെ ആയിരുന്നില്ല സിലബസിലെ കാര്യങ്ങൾ. അതെനിക്ക് മനസ്സിലായി. കൊച്ചിനത് അങ്ങനെ മനസ്സിലാകുന്നില്ല. കൊച്ചു മനസ്സിലാക്കിയത് വേറെ, സിലബസ് വേറെ. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്. കൊച്ചു ഉത്സാഹിച്ച് പഠിച്ചു, വളരെ അധ്വാനിച്ച് പഠിച്ചു. ഇതെല്ലാം ശരി തന്നെ. നമ്മുടെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ചട്ടപ്രകാരം വരാത്തതുകൊണ്ട് കിരീടം പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തത്തില്ല. ചട്ടപ്രകാരം വന്നില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞൊപ്പിച്ച് മനുഷ്യർ പറയുന്നത് പോലെ കാലം പോക്കിയാൽ അവിടുത്തെ വരവിൽ ഇവിടുന്ന് പൊങ്ങത്തില്ല. ആര് സ്വർഗത്തിൽ പോകുമെന്ന് കാര്യകാരണ സഹിതം ശാന്തമായി വ്യക്തമായി ഓരോന്നോരോന്നായി കിളി പറയുന്നത് പോലെ ഞാൻ 2024 പറഞ്ഞു. അവിടേക്ക് തിരിയുന്നില്ല, പോകത്തില്ല. പിന്നെ എന്തു വേണം? ഇതിലെന്ത് പറഞ്ഞിരിക്കുന്നു? അതിന് ദൈവം ചെയ്ത ഒരു പണിയുണ്ട്. അവൻ ഇത് തെളിയിച്ചു കൊടുക്കുവാൻ ആദ്യം പരിശുദ്ധാത്മാവിന് വിട്ടുതന്നു. കൂടാതെ അപ്പോസ്തലന്മാരെ വെച്ചു, പ്രവാചകന്മാരെ വെച്ചു, സുവിശേഷകന്മാരെ വെച്ചു, ഇടയന്മാരെ വെച്ചു,
ഉപദേഷ്ടാക്കന്മാരെ വെച്ചു, 5 ഡിവിഷൻ ആൾക്കാരെ അവിടെ ഇവിടെയായി വെച്ചു. എല്ലാം ഒരു ബിന്ദുവിൻ്റെ വിവിധ ഘടകങ്ങൾ. സഭ എന്ന ബിന്ദുവിൻ്റെ, ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര ഒരുക്കുന്നതിൻ്റെ ബിന്ദുവിൻ്റെ വിവിധ ഘടകങ്ങൾ. എന്നിട്ടും നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ആവശ്യമില്ല. അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് കർത്താവാണ് പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. എന്താണ് പറഞ്ഞു വന്നത്? എല്ലാവർക്കും മനസ്സിൽ തറവാകേണ്ടതിന് വേണ്ടി ആവർത്തന വിരസ വരാതിരിക്കട്ടെ ഞാൻ പറയുന്നു. ഒന്നാമത് വന്ന് പാപരിഹാരത്തിന്, രണ്ടാമത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥതയ്ക്ക്, മൂന്നാമത് സഭയെ ചേർക്കാൻ വരും. ആ രണ്ടാമതുള്ള മൂന്നാമത് കൊണ്ടുവരാൻ കാരണം ഈ സഭയെ ചേർക്കുന്ന കാര്യം മധ്യാകാശത്ത് വരുന്ന കാര്യമാണ്. അങ്ങനെ ഇതിൻ്റെ കാലഘട്ടം നോക്കിയാൽ ഒന്നാമത്തതിന് 33.5 വർഷം, 34 വർഷം ഇടുക കണക്ക് ഏകദേശം ഒപ്പിക്കാൻ വേണ്ടി. 34 വർഷം ഒന്നാമത്തെ വരവിൻ്റെ കാലഘട്ടം. രണ്ടാമത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് മധ്യസ്ഥയുടെ കാലഘട്ടം 2000 പരം വർഷം കാലഘട്ടം. മൂന്നാമത് സഭയെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരുന്ന കാലഘട്ടം 7 വർഷ കാലഘട്ടം. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം. കേട്ടല്ലോ? ഇനി സംശയമുള്ളവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. എനിക്ക് സ്ഥിരമുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ ഉള്ള സമയങ്ങളിൽ ഓൺലൈൻ കൗൺസിലിംഗ്. നേരിട്ട് വന്നാൽ അങ്ങനെയും. എൻ്റെ സർവീസ് ഫ്രീ സർവീസാണ്. സ്വോത്രം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പൈസക്കാരനാണ്, പണക്കാരനാണ്. ആയിക്കോട്ടെ, എൻ്റെ രാജാവ് മഹാരാജാവാണ്, അല്ലെ എൻ്റെ ഭരണാധികാരി മഹാരാജാവാണ്. സ്വോത്രം. എനിക്കുള്ളൊരു മാസത്തെ വരുമാനം 3200 രൂപ. കാര്യം 1600 ക്ഷേമ പെൻഷൻ. വിശദീകരിക്കാൻ സമയമില്ല. 4ാമത്തെ പ്രത്യക്ഷതയിലേക്ക് പോവുകയാണ് വേഗത്തിൽ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഈ 4 പ്രത്യക്ഷതയിലെ 4ാമത്തെ കാര്യമാണ് വായിച്ചതെങ്കിലും ഇത് വളരെ വിശദമായി വിശദീകരിക്കേണ്ടതാണ്. ഇതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് അതിന് മുതിരാതെ ചുരുക്കം മിനിറ്റ് കൊണ്ട് ഈ കാര്യം പറഞ്ഞ് 4 പ്രത്യക്ഷതയെ ക്ലോസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിലേക്ക് വരും. ആരംഭ എപ്പിസോഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, 2 പ്രാവശ്യം ഭൂമിയിലേക്കും 1 പ്രാവശ്യം മധ്യാകാശത്തിലും 1 പ്രാവശ്യം പിതാവിൻ്റെ വലത്തുഭാഗത്തും. ഈ ഭൂമിയിലേക്ക് വന്നാൽ എത്ര കാലം ഉണ്ടാവും? 1000 വർഷം ഉണ്ടാവും. 1000 വർഷം. വെളിപ്പാട് 20:6 അത് എഴുതിയിട്ടുണ്ട്. കേൾക്കണമെങ്കിൽ വായിച്ച് കിട്ടിയാൽ കേൾക്കാം. അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ക്രിസ്തുവിനോട് കൂടെ ഈ ലോകം ക്രിസ്തു 1000 ആണ്ട് വാഴും. ഇന്നുള്ള ഒറ്റ ഭരണാധികാരി അതിനകത്തുണ്ടാകത്തില്ല, ഒരൊറ്റ പോലീസുകാരനും ഉണ്ടാകത്തില്ല, ഒരു കോടതിയും ഉണ്ടാകത്തില്ല, ഇന്നത്തെ സർക്കാർ ജീവനക്കാർ ആരും ഉണ്ടാകത്തില്ല. വാഴും. യേശു വാഴും. യേശു ഒറ്റയ്ക്ക് എങ്ങനെ വാഴും നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അവൻ്റെ കൂടെ വാഴാൻ വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധന്മാർ. ഇവിടെ ആദ്യത്തെ പേര് ഞാനൊന്ന് പറയാം. റോമാലേഖനം 5:8 അതുണ്ട്. ആരായിരുന്നു ഇവർ ആദ്യം ഒന്ന്? ഈ വിശുദ്ധന്മാരെന്ന് പറയുന്ന ജനം ആരായിരുന്നു? 5:8 റോമാലേഖനത്തിലുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ. മതി. പാപികളായിരുന്നപ്പോൾ മരിച്ചു. നമുക്കുള്ള ആദ്യത്തെ പേര് പാപികളെന്നാണ്. ലോകം എന്നെ തമ്പുരാനെന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ മരണത്തോടു കൂടെ സെമിട്രി കൊണ്ട് അവസാനിക്കും. ദൈവം എന്നെ വിളിച്ച് പാപിയെന്ന. പാപികളുടെ കൂലി നരകരാജ്യമാണ്.
ഒരു വ്യത്യാസമില്ല, നരകരാജ്യമാണ്. ഒരു വിധത്തിലും വേറെ ചാൻസ് ഇല്ല. റോമാലേഖനം 1:1. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, പാസ്റ്റേഴ്സിനോ സെമിനാരികൾക്കോ വ്യക്തികൾക്കോ സഭകൾക്കോ എന്ത് സംശയമുണ്ട്? എന്നെ ഒന്ന് വിളിക്കൂ, ചോദിക്കൂ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ സമ്പന്നനായിരിക്കുകയാണ്. ധാരാളം വെളിപ്പാടുകൾ. ആദ്യം പാവി എന്ന് വിളിച്ചവനെ ആ പുസ്തകം പറഞ്ഞ കണ്ടോ? വിളിക്കപ്പെട്ട വിശുദ്ധൻ. ദൈവം പേര് മാറ്റിയിട്ടു. മാനസാന്തരപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, ഇനി പാവി എന്ന് പറയരുത്. ദൈവത്തെ കളിയാക്കലാണത്. ആ പാവിയെ വിളിച്ച് സ്വന്തം രക്തം കൊണ്ട് കഴുകി, സ്വന്തം വചനം കൊണ്ട് വീണ്ടും ജനിപ്പിച്ച്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രതിയാക്കി, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതി, അവരുടെ പൗരത്വം സ്വർഗത്തിലാക്കി, അവരെ കർത്താവ് കൊച്ചു കുഞ്ഞിനെ അമ്മ സൂക്ഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ കാവലിൽ നിർത്തിയിരിക്കുക. നിന്നൊന്നും പറഞ്ഞ് പാടണ്ട. അതാ പാട്ടുകാരൻ പാടുന്നത്. നിർത്തിയതല്ല എന്നെ, നിന്നതല്ല ഞാൻ, നിർത്തിയതാണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ വിടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് വേഗത്തിൽ തീർക്കട്ടെ. 4ാമത്തെ പ്രത്യക്ഷതയിൽ യേശു ലോകത്തിൽ വന്ന് ഏക ലോക ഭരണാധികാരി ഒറ്റ നാണയത്തിന്മേൽ ലോകം വാഴുമ്പോൾ സഹിക്കുന്നെങ്കിൽ കൂടെ വാഴുമെന്ന് പറഞ്ഞ് തൻ്റെ വിശുദ്ധ ജനത്തെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ലോകം ഭരിക്കും. അവർക്കേ ലോകം ഭരിക്കാൻ പറ്റുള്ളൂ നേരാവണ്ണം. ആ ഭരണത്തിൻ്റെ പേരാണ് നീതിയുള്ള ഭരണം. ആ ഭരണാധികാരിയുടെ പേരാണ് നീതിയുള്ള ഭരണാധികാരിയായ നീതിയുള്ള രാജാവ്. ഇന്നത്തെ ഈ ദുരന്താവസ്ഥയ്ക്ക് ഒരു ഒറ്റ ദിവസം TV തുറന്നാൽ അറുകൊലയില്ലാത്ത ദിവസമുണ്ടോ? ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതിൻ്റെ പുറകിൽ പൈശാചിക ശക്തിയുടെ വ്യാപാരമാണത്. ആ പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്നവർ ദയയില്ലാതെ, അമ്മയെന്ന് നോക്കാതെ, ഭാര്യയെന്ന് നോക്കാതെ, സ്വന്തം സഹോദരിയെന്ന് നോക്കാതെ, സ്വന്തം സഹോദരനെ നോക്കാതെ, മൃഗത്തേക്കാൾ താഴെയായ നിലയിൽ കൊന്നുകൊടുക്കുന്ന കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ഈ രാജ്യം ഇവരാരും ഭരിക്കണ്ട. സാത്താനെ നമ്മുടെ കർത്താവ് തടവിലാക്കി കഴിയുമ്പോൾ വൈരം എല്ലാം പോയി. മൃഗങ്ങൾ തമ്മിലുള്ള വൈരം പോയി. മനുഷ്യൻ തമ്മിലുള്ള വൈരം പോയി. മനുഷ്യൻ തമ്മിലുള്ള വൈരം പോയി. അവൻ എന്നേക്കാൾ ഒട്ടും മോശമല്ലെന്ന് എനിക്ക് മനസ്സിലാവും. അവന് മനസ്സിലാവും. ഇന്ന് ഞങ്ങൾക്കത് മനസ്സിലാവും, പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആരെ കണ്ടാലും ആരോട് ഇടപെട്ടാലും ഞങ്ങളെക്കാൾ ഒരു ബഹുമാന്യരാണ്, ആദരണീയരാണ്. പക്ഷേ ഒരു പാപത്തിൽ കിടക്കുകയാണ്. പിടി അവിടെയാണ് കിടക്കുന്നത്. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, 1000 ശിഷ്ടം വർഷം അഥവാ 1000 വർഷം യേശു ഈ ലോകം ഭരിക്കുമ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾ കണക്ക് കൂട്ടൂ, 2000-ൽ പരം വർഷം മധ്യസ്ഥനാണ് യേശു. 7 വർഷം മഹാപീഡനത്തിൽ കൂടെ ലോകം കടന്നുപോയപ്പോൾ 2007 1000 വർഷം ഭൂമിയിൽ വാണപ്പോൾ 3007 34 വർഷം യേശുവിൻ്റെ ആദ്യകാല പീരീഡിൽ കഴിഞ്ഞപ്പോൾ ഏകദേശം 3050 വർഷം യേശുവിൻ്റെ പീരീഡിൻ്റെ ദൗത്യകാലം. ഇത്രയും പറയാനേ എനിക്ക് പോക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എന്താ സ്ഥിതി? യേശുവിൻ്റെ ഭാഗം എന്താ? അതോടെ പറഞ്ഞല്ലേ പൂർത്തിയാകത്തില്ലല്ലോ. ജന്മം പറഞ്ഞല്ലേ ഞാൻ തുടങ്ങിയത്, തുടർച്ചയല്ലേ പറഞ്ഞത്, പിന്നെ ചെയ്ത കാര്യങ്ങളല്ലേ പറഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 23-24 വാക്യം വായിക്കും. 1 കൊരിന്ത്യർ 15-ന്റെ 23-24.
ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവന്റെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും എല്ലാം നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. യേശു ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ രാജ്യം, ലോകം യേശു പിതാവാം ദൈവത്തെ തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിലൊരു കൗൺസിൽ കൂടിയ കാര്യം, അതോ ഒരാലോചന കൂടിയ കാര്യം പറഞ്ഞില്ലേ? അന്ന് അവരൊരുമിച്ച് സമ്മേളിച്ചിരിക്കുമ്പോൾ എത്ര പേരുണ്ടെന്ന് പറയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ദൗത്യം ഏറ്റെടുത്ത യേശു പറഞ്ഞത് യശയ്യാവാണെന്ന് എനിക്കും അറിയാം. പക്ഷേ അതിൻ്റെ ആത്മീയ വശത്തിലേക്ക് പോകുമ്പോൾ ദൗത്യം ഏറ്റെടുത്ത യേശു ദൗത്യം പൂർത്തിയാക്കി രാജ്യം പിതാവായ ദൈവത്തിന് തിരികെ കൊടുക്കുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതാണ് യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ രഹസ്യം. ഇത് കളിയല്ല, കഥയല്ല, കള്ളമല്ല, സങ്കല്പമല്ല, ഭാവനയല്ല, ഇതൊരു ഊഹാഭോഗമല്ല. ദൈവത്തിൻ്റെ ആധികാരിക വെളിപ്പാടുകൾ, ദൈവം വെളിപ്പെടുത്തിക്കുന്ന വെളിപ്പാടുകൾ. പോകട്ടെ, നമുക്ക് ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്ന കാര്യം യേശു ക്രിസ്തുവിൻ്റെ 4 പ്രത്യക്ഷതയെങ്കിൽ അത് കഴിഞ്ഞാൽ യേശു തൻ്റെ രാജ്യം പിതാവായ ദൈവത്തെ പരമേൽപ്പിക്കും. ദൗത്യം പൂർത്തിയാക്കിയ യേശു മുമ്പേ തന്നെ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എല്ലാം നന്നായി ചെയ്തു. അവൻ്റെ ശിഷ്യൻ, അവൻ്റെ ദാസൻ, അവൻ്റെ നിയോഗമുള്ളവർ അവരിതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ട്. സ്തോത്രം, സ്തോത്രം. സാധിച്ചാലാകട്ടെ. എന്തോ വലിയ പ്രമാദമായ ആൾക്കാരാണെന്നാണ് അവരെയൊക്കെ വിചാരം. ഏതായാലും ആകട്ടെ, യേശുവിൻ്റെ അത്രയും ആവില്ലല്ലോ. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അവൻ എല്ലാം നന്നായി ചെയ്തു. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. ഞാനിപ്പോൾ അത് വായിപ്പിക്കുന്നില്ല, സമയമില്ല. നമുക്ക് അവസാനിപ്പിക്കാം. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ അവൻ്റെ ഒപ്പം കാണുമോ? യേശുവിൻ്റെ രാജ്യം ഭരിക്കുന്ന 1000 വർഷം ഭരണത്തിൽ നിങ്ങൾ അവൻ്റെ ഒപ്പം കാണുമോ? സ്തോത്രം. നിങ്ങൾക്ക് പാപപരിഹാരം കിട്ടിയോ? നിങ്ങൾക്ക് വേണ്ടി യേശു മധ്യസ്ഥം ചെയ്തതിൽ ഒന്നാമൻ നിങ്ങളാണോ? ചിന്തിക്കാൻ 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 ദൈവാത്മാവ് സുബോധം നൽകുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പകല് ഈ വചനം കേട്ടവരായ ജനത്തോട് അങ്ങ് കൃത്യമായി പിന്നെയും 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 ഓർമ്മപ്പെടുത്തണമേ. ഈ ഭൗതിക ലോകത്തിന്, നൈമിഷിക ജീവിതത്തിന് വേണ്ടിയുള്ള അവരുടെ സകല പ്രയത്നവും കഴിക്കുന്ന ആ ചതിയിൽ നിന്ന്, ആ വശീകരണ വഞ്ചനയിൽ നിന്ന് ദൈവം അവരെ പേരായി വിടുവിക്കണമേ. കുടുംബമായി വിടുവിക്കണമേ. ദേശമായി വിടുവിക്കണമേ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വീണ്ടും വേഗത്തിൽ വരുന്ന, പ്രത്യക്ഷനാകാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Praise the Lord. God bless you.